അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഒരു എളുപ്പ വഴി കൂർക്ക നന്നാക്കാൻ എന്നെപ്പോലെ മടിയുള്ളവർക്ക് ഇത് അടിപൊളിയാണ് കേട്ടോ. സൂപ്പറായിട്ട് നമുക്ക് കയ്യിൽ പോലും ഒരു കറയാവാതെ പോലും നമുക്ക് കയ്യിൽ തൊടാതെ തന്നെ നമുക്ക് കൂർക്ക അടിപൊളിയായിട്ട് വൃത്തിയാക്കിയിട്ട് എടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡെപ്പെടുക്കുക. അത്ര പോലും തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ 1 കിലോ കൂർക്ക എടുത്തേക്കണത്. അതുപോലത്തെ ഒരു ഡപ്പെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു കയ്യിലൊരു പിടിയോളം ഉപ്പിട്ട് കൊടുക്കുക. അതായത് കല്ലുപ്പ് തന്നെ വേണം കേട്ടോ. അത് നിർബന്ധമാണ്, കല്ലുപ്പ് വേണമെന്ന്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് കുലുക്കി കൊടുക്കുക കേട്ടോ. കുട്ടികളുടെ കയ്യിൽ കൊടുത്താൽ മതി. അപ്പോൾ അവർ അടിപൊളിയായിട്ട് കുലുക്കിയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് തരും. അപ്പോൾ ഞാൻ തന്നെ കേട്ടോ കുലുക്കിയത്. അപ്പോൾ ഞാൻ കുലുക്കണ കണ്ടപ്പോൾ കുഞ്ഞുവിനൊരു പൂതി, അവന് കുലുക്കണമെന്ന്. എന്നിട്ട് അവനും വന്നിട്ട് കുറച്ച് നേരം കുലുക്കി. അപ്പോൾ ഒരു 5-10 മിനിറ്റ് അതിൻ്റെ അത്രയും കുലുക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കത്തിയുടെ ആവശ്യമില്ല കേട്ടോ. പിന്നെ കത്തി വേണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂർക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഒരു ചിലതിന് കുഴികൾ വളഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഇരിക്കില്ല. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഉള്ളത് നമ്മൾ കത്തി വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യണ സമയത്തൊന്ന് കത്തി വെച്ചിട്ടൊന്ന് വെറുതെ ഒന്ന് ആക്കിയാൽ മതി. അപ്പോൾ തന്നെ ഒക്കെ പോകുന്നുണ്ട്. പിന്നെ വെള്ളത്തിലിട്ടിട്ട് 2-3-4 വട്ടം കഴുകുമ്പോൾ തന്നെ കുറേയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഒരുവിധമുള്ളതൊക്കെ പോയി. ഇനി നമുക്ക് വെറുതെ ഒന്ന് കത്തി കൊണ്ട് ഒന്ന് അരിയുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് നീക്കാനുള്ളത്. അത് ഈ കുഴികളുള്ള കൂർക്കയ്ക്ക് മാത്രം ശരിക്കായിട്ടുള്ളതാണ്. ഇതുപോലത്തെ കൂർക്കയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യണ്ട. കണ്ട അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അറിയാത്തവർക്കാണെങ്കിൽ ഇത് നല്ല മടിയുള്ളവർക്കാണെങ്കിൽ ഇത് അടിപൊളി പരിപാടിയാണ്. ഇനി കൂർക്ക എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ അത് നന്നാക്കേണ്ട കാര്യം ആലോചിച്ചിട്ട് ഞാൻ അങ്ങനെ വാങ്ങിക്കാറില്ല. ഇപ്പം എന്തായാലും ഐഡിയ മനസ്സിലായപ്പോൾ ഇനി നമ്മൾ കൂർക്ക എവിടെ കണ്ടാലും വാങ്ങിക്കണം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കിട്ടോ. ഇങ്ങനെ കൂർക്ക മേടിച്ചിട്ട് ഒരു പ്രാവശ്യം ഡബ്ബയിലിട്ടിട്ട് ഒന്ന് കുലുക്കി കഴിഞ്ഞാൽ എല്ലാം കംപ്ലീറ്റ് പോകും. എന്നിട്ട് ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒന്ന് തിരുമ്പി കഴുകി കഴിഞ്ഞാൽ സൂപ്പറായിട്ട് എല്ലാം പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് അയക്കണം കേട്ടോ. പിന്നെ രാവിലെ കുട്ടികളെന്നൊക്കെ മദ്രസയിൽ കൊണ്ടാക്കി വന്നിട്ട് പാലൊക്കെ മേടിച്ച് വെച്ചിട്ടാണ് ഇന്ന് മദ്രസയിൽ കൊണ്ടാക്കാൻ പോയത്. പിന്നെ അപ്പോൾ വന്നിട്ടാണ് ചായ ഉണ്ടാക്കുന്നത് കേട്ടോ. അവർ രാവിലെ ചായ കുടിക്കാതെ പോകണം. ചായ ഉണ്ടാക്കി കൊടുത്താലും കുടിക്കണില്ല. ചായ കുടിക്കാൻ മടിയാണ് രാവിലെ പോകുമ്പോൾ. അപ്പോൾ പിന്നെ ഇപ്പം ഞാൻ ഉണ്ടാക്കാറില്ല കേട്ടോ. ഇപ്പോൾ എണിച്ച് കഴിഞ്ഞാൽ പല്ല് തേച്ച് മുഖം കഴുകിയിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ വന്നപ്പോൾ പാലൊക്കെ മേടിച്ച് വന്നത് ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇന്ന് കടി ഉണ്ടാക്കുന്നത് ഉപ്പുമാവാണ്. അപ്പോൾ എനിക്കിങ്ങനെ ചായ ഉണ്ടാക്കുമ്പോഴും ഇതിൽ ചായ ആറ്റുമ്പോഴൊക്കെ നമ്മുടെ വാഴാനി ഓർമ്മ വന്നിട്ടൊന്ന് എന്താണെന്ന് അറിയില്ല. ചായ ആറ്റണ ഞാൻ കുറേ നാളായിട്ട് വീഡിയോയിൽ ഇങ്ങനെ ചായ ആറ്റാറുണ്ടായിരുന്നില്ല. രാവിലത്തെ വീഡിയോ ഒന്നും ഇപ്പോൾ അങ്ങനെ എടുക്കാറില്ല. നിങ്ങൾ കാണാറുണ്ടാവുമല്ലോ, എടുക്കാറില്ല. അപ്പോൾ ഇന്ന് എനിക്ക് ചായയൊക്കെ തിളച്ചിങ്ങനെ ആറ്റുന്ന സമയത്ത് ഞാൻ പണ്ട് എന്നും വീഡിയോ ഇടുമ്പോൾ എനിക്ക് രാവിലത്തെ വിശേഷങ്ങളായിട്ടാണ് എപ്പോഴും ഇടാറ്. ചായയും കടി ഉണ്ടാക്കണതും ചായ ആറ്റണതും പാല് മേടിച്ച് വരുന്നതൊക്കെ നിങ്ങൾ കാണാറുണ്ടല്ലോ. അപ്പോൾ ഇന്ന് എനിക്ക് അതൊക്കെ ഒന്ന് ഓർമ്മ വന്നിട്ട് ഞാൻ അങ്ങനെ നിന്നപ്പോൾ ഒറ്റയ്ക്കാവുമ്പോഴാണല്ലോ നമുക്ക് ഓരോരോ ചിന്തകളൊക്കെ വരിക. കുട്ടികളുണ്ടെങ്കിൽ നമുക്കൊന്നും ചിന്തിക്കാനുള്ള നേരവും ഇല്ല, ഓർക്കാറുമില്ല കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് അതൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ നിങ്ങളതിനായിട്ടൊന്ന് ഷെയർ ചെയ്തു മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നിനുമല്ല. ഇനി ചിലപ്പോൾ എന്തിനിപ്പോൾ ഞങ്ങളോട് പറയണമെന്ന് ചിന്തിക്കേണ്ട. എനിക്കങ്ങനെ തോന്നിയപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്തും ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് അത് വന്നു. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. പിന്നെ നമുക്കിന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാം. ഇന്ന് എന്താ ഉണ്ടാക്കുകയെന്ന് വിചാരിച്ചിട്ട് കുറേ നേരം ആലോചിച്ചിരുന്നു. പിന്നെ എനിക്ക് തോന്നി ഉപ്പുമാവ് ഉണ്ടാക്കാൻ തോന്നി. കുറേ ദിവസമായി റവ ഇരിക്കുന്നു. റവ നമ്മൾ മേടിച്ചിട്ട് പൊട്ടിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ക്യാരറ്റും സബോളയും ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാം ഉണ്ടെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഒരു രസമല്ലേ. എപ്പോഴെങ്കിലുമൊക്കെ ഉപ്പുമാവ് തിന്നുമ്പോൾ രസം തന്നെയാണ്. എപ്പോഴും കഴിക്കുമ്പോഴാണ് നമുക്ക് വെറുപ്പ് തോന്നാറുള്ളൂ. അത് എന്ത് സാധനമാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ. സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിലും നമുക്കത് ഇഷ്ടമല്ലല്ലോ. നമ്മൾ ഇപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവമൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ദിവസം ഒരു നേരം ബിരിയാണി കഴിച്ചു, പിറ്റത്തെ നേരം ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഒരു ലേശം ചോറ് തിന്നാൻ കൊതിയാവും കേട്ടോ. നമ്മൾ ചമ്മന്തിയൊക്കെ അരച്ചിട്ട് ചോറ് തിന്നാൻ കൊതിയാവും. എനിക്ക് അങ്ങനെ കേട്ടോ. 2 നേരമൊക്കെ അടുപ്പിച്ച് ബിരിയാണിയോ അല്ലെങ്കിൽ വല്ല മന്തിയോ അങ്ങനെ അല്ലെങ്കിൽ പൊറോട്ട എന്തായിക്കോട്ടെ അങ്ങനെ വല്ലതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ചോറ് ഒരു തരിയെങ്കിലും ചോറ് ഇത്തിരി ചമ്മന്തിയൊക്കെ അരച്ച് അല്ലെങ്കിൽ ഒരു പുളിഞ്ചാറൊക്കെ കൂടിയിട്ട് ചോറ് തിന്നാൻ കൊതിയാവും. നമ്മുടെ ചോറ് എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല അല്ലേ. നമ്മളിപ്പോൾ ബിരിയാണിയൊക്കെ വെച്ചിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ഒരു പരിധി ഉണ്ട് കഴിക്കാൻ. പക്ഷേ ചോറ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഡെയിലി കഴിക്കണം, നമുക്കത് മടുപ്പ് വരില്ല.
അത് വയറ് നാശാവൂല. മറ്റുള്ള സാധനങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വയറ് നാശാവൂല. അപ്പോൾ കുഞ്ഞൂനൊന്നും ഇഷ്ടമില്ല കേട്ടോ. കുഞ്ഞൂന് സാധാ ചോറ് അങ്ങനെ ഇഷ്ടമൊന്നുമില്ല. അവന് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഡെയിലി കൊടുത്താലും അവൻ കഴിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം റവയൊക്കെ വറുത്ത് വെച്ചു. നിങ്ങൾ കണ്ടില്ലേ, റവയൊക്കെ വർത്താനത്തിൻ്റെ ഇടയിൽ റവ വറുത്തു. പിന്നെ അത് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, കടുക് പൊട്ടിച്ചിട്ടുണ്ട്, കുറച്ച് ഉഴുന്ന്, കുറച്ച് നമ്മൾ കറി വെക്കുന്ന പരിപ്പുണ്ടല്ലോ, പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ചുവന്ന കളറാകുമ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാനിങ്ങനെ തന്നെ കേട്ടോ എപ്പോഴും ഉപ്പുമാവ് വയ്ക്കാറ്. എവിടെയാണെങ്കിലും ഞാനിങ്ങനെ തന്നെയാണ് വയ്ക്കാറ്. പിന്നെ ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാട്ടോ. ക്യാരറ്റ്, അതുപോലെ സവോള, ബീൻസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് രാവിലെ തന്നെ പച്ചക്കറി ഐറ്റംസ് എത്തും ചെയ്യും. കഴിക്കാൻ മടിയുള്ളവർക്കാണെങ്കിൽ ഉപ്പുമാവിൻ്റെ ഉള്ളിൽ കൂടെ അതും ചെറുതാക്കിയിട്ടാണല്ലോ നമ്മൾ അരിയണത്. ചോപ്പറിലാകുമ്പോൾ തീരെ ചെറുതാക്കിയിട്ട് നമുക്ക് അരിയാൻ പറ്റും കേട്ടോ. അപ്പോൾ കുട്ടികളത് കഴിക്കുകയും ചെയ്യും. അപ്പോൾ എപ്പോഴെങ്കിലും ഉണ്ടാക്കണ കാരണം ഇന്നൊക്കെ ചിലവായിട്ടാ, ഫുള്ള് കഴിച്ചവർ. പിന്നെ കുഞ്ഞുനൊന്നും സ്കൂളിൽ പോയിട്ടില്ല, അവൻ്റെ സ്കൂളിൽ നിന്ന് ടൂർ പോകില്ലായിരുന്നു. കുറേ എൻ്റെ അടുത്ത് കെഞ്ചിയിട്ടാ പോട്ടെ 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 ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞേച്ചില്ല. എനിക്ക് പേടി അങ്ങനെയൊക്കെ പറഞ്ഞേക്കാൻ. എന്തെങ്കിലും പറ്റുമോ, എന്തെങ്കിലും ആവുമോ, വെള്ളത്തിലേക്ക് ഇറങ്ങുമോ, ചില കുട്ടികൾ പിടിച്ച് ഉന്തിയിടുമോ, അങ്ങനെയൊക്കെയുള്ള പേടിയാട്ടൊക്കെ. കാരണം ഞാൻ പറഞ്ഞേക്കില്ല. ആദ്യമൊക്കെ ചെറിയ സ്കൂളിൽ നിന്നൊക്കെ ചോദിക്കുമ്പോൾ അവരിപ്പോൾ ചെറിയ കുട്ടിയല്ലേ, 8ലേക്കും 9ലേക്കൊക്കെ ആവട്ടെ, എന്നിട്ട് ഉമ്മച്ചി പറഞ്ഞേക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ 8ലേക്ക് എത്തിയപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഉമ്മച്ചി അന്നൊക്കെ അങ്ങനല്ലേ പറഞ്ഞു, ഇപ്പം എന്താ പറഞ്ഞേക്കാത്തത് ചോദിച്ചു. ഇപ്പോഴും എനിക്ക് പേടിയാട്ടാ. നമ്മളില്ലാണ്ട് പറഞ്ഞേക്കുമ്പോൾ എനിക്ക് ഭയങ്കര എന്തൊക്കെയോ പോലെ തോന്നുള്ളൂ. വേണ്ടാത്തല്ലേ, നമുക്ക് അങ്ങനെയല്ലേ, ഒരാളേനെ കാണാനില്ലാണ്ടായി കഴിഞ്ഞാൽ ഇത്തിരി വരാൻ നേരം വൈകി നമുക്ക് അപ്പം മനസ്സിലേക്ക് വേണ്ടാത്ത ചിന്തകളാണ് വരുള്ളൂ. അപ്പോൾ അവനൊക്കെ എങ്ങാനും ഇത്തിരി നേരം വൈകി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ ഇരിക്കണോടത്തേക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഒരു ദിവസം പോവുക, നമുക്ക് എല്ലാവരും കൊണ്ടിട്ട് ഒരു ദിവസം പോവുക, നീ സ്കൂളിൽ നിന്ന് പോകണ്ട പറഞ്ഞിട്ട് 10ലേക്ക് എത്തട്ടെ പറഞ്ഞിട്ട് പിടിച്ച് നിർത്തിയേക്കട്ടെ. ഇപ്പോൾ ഇനി 10ലേക്ക് എത്തി കഴിഞ്ഞാൽ ഞാൻ വിടുമോ എനിക്കറിയില്ല. ഇപ്പം അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ നിർത്തിയേക്കാണ്. അപ്പോൾ നമുക്കൊരു ദിവസം പോവാമെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ഒതുങ്ങി നിന്നിട്ട് പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അവൻ ഇന്ന് കാരണം സ്കൂളിൽ പോയില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് വടക്കാഞ്ചേരിക്കൊക്കെ പോകാനും ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റവർക്ക് രണ്ടാൾക്ക് സ്കൂളുണ്ട്. അവർ ഇത്തിരി കുശുമ്പൊക്കെ ആയിട്ടാട്ടോ പോയേക്കണത്. കുഞ്ഞുവിന് ക്ലാസ്സില്ലാത്ത കാരണം എന്താ പറയുക, ഐഷമോൾക്ക് ആച്ചോട്ടന് പ്രശ്നമൊന്നുമില്ല. ഐഷമോൾക്ക് ഇത്തിരി കുശുമ്പൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പുമാവ് ഇതാ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് റവ വറുത്ത് വെച്ച റവ ഇട്ടു. പിന്നെ എനിക്ക് കുറച്ച് നാളികേരം ഇട്ടു. എന്നിട്ട് നന്നായിട്ട് ഒന്ന് അടച്ച് പൊത്തി അവിടെ വെച്ചു. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉപ്പുമാവ് ഇതുപോലെ തന്നെയല്ലേ എല്ലാവരും ഉപ്പുമാവ് ഉണ്ടാക്കാറ്. ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കിട്ടാൽ നല്ല ടേസ്റ്റാണ്. ഇത് ചിക്കൻ കറിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പഴം കുഴച്ച് കഴിക്കാം, പപ്പടം കുഴച്ച് കഴിക്കാം, ചിക്കൻ കറി ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കാം. അതൊക്കെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ എന്താ പറയുക, ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചോ. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോ, മറക്കണ്ട. ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ വീഡിയോ ചായ കുടിക്കുമ്പോൾ ഇരുന്ന് കാണുന്നവരൊക്കെ ഉണ്ട്. രാവിലെ ചായ കുടിയുടെ ഇടയിൽ ഇരുന്ന് കാണാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എങ്ങടെ ധൃതിയിൽ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ വിളിക്കാൻ പോവാണ്. ചായയും കടിയൊക്കെ ഉണ്ടാക്കിയിട്ട് വരുമ്പോഴേക്കും 7:45 കഴിഞ്ഞു. അപ്പോൾ നേരം വൈകിയിട്ടുണ്ട്. ഇവരുടെ മദ്രസ 8 മണിക്ക് വിടുമല്ലോ. അപ്പോൾ ഞാൻ അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് വേഗം പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് വീഡിയോ ഒക്കെ എടുക്കണം വിചാരിച്ചായിരുന്നു. പക്ഷെ നടന്നില്ല. ഞാൻ ചെല്ലുമ്പോഴേക്കും മദ്രസ വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പറ്റിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് അവരൊക്കെ സ്കൂളിൽ പോയി. ചെറിയ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി. നമ്മളൊരു സ്കൂളിലേക്ക് അവരെന്നെ കൊണ്ടാക്കാൻ പോയപ്പോൾ അവിടെ നേരെ മുന്നിൽ തന്നെ ഒരു കട ഉണ്ട്. അവിടെ ചീര ഉണ്ടായിരുന്നു കേട്ടോ, ചുവപ്പ് ചീര. അപ്പോൾ അത് കുറച്ച് മേടിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് മാണിസിലേക്ക് പോയി. നമ്മുടെ വീട്ടിലത്തെ എല്ലാ സാധനങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊന്ന് പോയിട്ടാണ് ഞാനും കുഞ്ഞും കൂടിയിട്ട്. അപ്പോൾ അവിടുന്ന് ചെറുതായിട്ടൊന്ന് വീഡിയോ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നാളെ അടുത്ത നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട്, നമ്മുടെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.